ഹായ്, ഇന്ന് നമുക്കിപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ തിരുവോണമല്ല, ചിങ്ങമാസത്തിൽ എല്ലാവരും തിരുവോണമാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ തൃക്കാക്കരിയപ്പൻ അല്ലെങ്കിൽ ഓണത്തപ്പൻ, ഇത് രണ്ടുമാണ് അല്ലേ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മരത്തിലാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ പണ്ടത്തെ മാതിരി ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ തൃക്കാക്കരിയപ്പൻ ഉണ്ടാക്കാനുള്ള കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കാം. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒന്നിൽ ഉറുമ്പ് കുത്തിയ മണ്ണ് എടുക്കുക, ചുമപ്പണ് ഉറുമ്പ് കുത്തിയ മണ്ണ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാടത്തുനിന്ന് കടിമണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ ഓണത്തിനുള്ള ചെണ്ടുമല്ലി പൂക്കളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മണ്ണ് എടുത്തിട്ട് വരാം. എൻ്റെ മണ്ണാണ് കേട്ടോ അത്, കുത്തിയ മണ്ണാണ്. ചുമപ്പ മണ്ണ് ഇട്ടതിൻ്റെ മേലെ ഉറുമ്പ് കുത്തിയിൽ പേരക്കിടയ്ക്ക് ഉറുമ്പ് കുത്തിയ മണ്ണാണ്, അതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ എടുത്ത് ഇപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് ഉണ്ടാക്കാനുള്ളത് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. കാണാൻ ഇനി ഉണ്ടാക്കുന്നത് കാണിച്ചു. ഉറുമ്പ് കുത്തുന്ന മണ്ണേ നമ്മുടെ മാവിൻ്റെ കടക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലാവിൻ്റെ കടക്കിലോ മരത്തിൻ്റെ കടയിൽ ഉരുങ്ങിയ കുത്തും, പേരയുടെ കട അങ്ങനെയൊക്കെ. അപ്പോൾ അതെടുത്താൽ മതി കേട്ടോ, ഞാൻ എടുക്കാം. പക്ഷേ ഈ ഉറുമ്പ് കുത്തിയ മണ്ണ് വേണമെന്നില്ല ചേട്ടാ. നമുക്ക് ഇത് ഒട്ടിയും കാഞ്ഞിട്ട്, ഈ ചെളിയുള്ള മണ്ണ് ഏതെങ്കിലും ഒട്ടിയും കാഞ്ഞിട്ട് നമുക്ക് ഒന്ന് രൂപപ്പെടുത്താൻ പറ്റുന്ന കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാക്കണ്ടോ. കുനിയാൻ വരുന്നുണ്ടേ, അങ്ങനെ തന്നെ വരുന്ന ഒരു കുനിയാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിനാണ് കുനിയാന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ കുനിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, അതാണ് കുനിയാൻ എടാ. അങ്ങനെ അപ്പം നമുക്ക് ചെളിയുള്ള ഈ മണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നില്ല പാടത്തെ മണ്ണോ ചെളിയുള്ളത് മതി. നമുക്ക് തല്ലുമ്പോൾ നീളം വെക്കണം, പൊട്ടി പോവരുത്. അതാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉറുമ്പ് കുത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കല്ലുകൾ വളരെ കുറവായിരിക്കും. അതാണ് നമ്മൾ അങ്ങനെ അത് തന്നെ എടുക്കാൻ കാരണം. അപ്പോൾ നമുക്കിതിനൊന്ന് ഉണ്ടാക്കാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ടൈലിൻ്റെ കഷ്ണത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിരപ്പ് വേണം. പലയമ്പഴാകുമ്പോൾ ചിലപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ പറ്റും. നിരപ്പുള്ള എന്തായാലും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ മറ്റുള്ള എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതിൽ നമ്മൾ ആദ്യം തന്നെ ഈ മണ്ണെടുത്ത് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് വെള്ളം തെളിച്ചിങ്ങനെ കൊടുക്കുക കേട്ടോ. ഒഴിക്കരുത്, ഇങ്ങനെ തെളിച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം മണ്ണിൻ്റെ ടൈറ്റ് എങ്ങനെ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക. നമ്മൾ പണ്ട് കലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അതന്നെ സംഭവം സിസ്റ്റം. ഇതിപ്പോൾ അതേമാതിരി ഉണ്ടാക്കുന്നത് എളുപ്പമല്ലേ. പിന്നെ എന്നുണ്ടെങ്കിൽ ഇവിടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കണതല്ലേ അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇപ്പോൾ മരത്തിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ തന്നെ വെക്കാൻ വയ്ക്കുന്നതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കയ്യുമ്പോഴൊന്നും ചെളിയാവാണ്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം കൂടി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മറിച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടരുതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ് കേട്ടോ. അപ്പോൾ കുനിയാനൊക്കെ ഇതിൽ പെടും. ഇതേമാതിരി നമ്മൾ കുറച്ച് നല്ല ടൈറ്റാക്കിയിട്ട് മണ്ണെടുത്ത് വയ്ക്കുക കേട്ടാ. എന്നിട്ട് ഇതൊന്ന് കളയാട്ടോ, വെടുപ്പാക്കി വയ്ക്കുക. ക്ലിയറാക്കി കളഞ്ഞതിന് ശേഷം ഉരുട്ട. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ മാതിരി തന്നെ നമ്മളൊന്ന് ഇരുത്തിയും കാഞ്ഞിട്ട് 4 സൈഡൊന്ന് തല്ലുക. ഇതിനെ മറിച്ചിട്ടു, ഈ സൈഡ് തല്ലി അങ്ങനെ ഷേപ്പാക്കി എടുക്കുക. 4 സൈഡായിട്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം വേണ്ട. അപ്പം നീളം വെച്ച് വരും. അവിടെ ഇപ്പോൾ ഇതായിട്ടിരുന്ന് വേണ്ട, നീളം വെച്ച് വരുന്നില്ലേ. എന്നിട്ട് കൂടുതൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനൊരു കുത്തു കൊടുക്കുക. അപ്പം നല്ല അടിയിൽ നമുക്ക് ആ ഗ്രിപ്പ് ശരിക്കും കിട്ടും ചെയ്യും. അവിടെ നിന്ന് ഇതായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തുമ്പാണ് ഇനി നീളം വെച്ച് പോകേണ്ടത്. എടാ, അപ്പോൾ കൈ പിടിക്കുമ്പോൾ രണ്ടും ഒതുക്കി പിടിക്കുക. ഇതിങ്ങനെ ഇട്ടാൽ മതി. എന്നിട്ട് ഒന്നും കൂടി തല്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഹൈറ്റ് നോക്കുക. അപ്പോൾ ചിലർ ഭയങ്കര ഹൈറ്റിൽ വയ്ക്കും. അപ്പോൾ ഈ നനവോട് കൂടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ മണ്ണിനെ കൊണ്ടുവരാം, കളിമണ്ണിനെ ഇടാം. അപ്പം നമ്മൾ അതേമാതിരി ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടൈലിൻ്റെ കഷ്ണം എടാ, ഇതൊരു ടൈലിൻ്റെ കഷ്ണം. ഈ ടൈലിൻ്റെ കഷ്ണം നല്ല വൃത്തിയിൽ കഴുകുക. അപ്പോൾ കൂടുതൽ വെള്ളം ഇതിലും ആവരുത്, മണ്ണിന് കുറച്ച് ടൈറ്റ് വേണം, അപ്പോഴാണ് ഇതാവുള്ളൂ. എന്നിട്ട് നീളം വെച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇതുകൊണ്ട് പതുക്കെ ഒന്നിതാണ്. അപ്പോൾ കോർണറൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് കേട്ടാ. അപ്പം നമ്മുടെ ഹൈറ്റും നമുക്ക് എങ്ങനത്തെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കി എടുക്കാം.
അപ്പോൾ പോയിന്റ് കറക്റ്റ് ആവും, അല്ലെങ്കിൽ തല്ലി കഴിഞ്ഞാൽ എത്രയായാലും അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാണ് കിട്ടാനായിട്ട് വേണ്ട. ഇതിപ്പോൾ ഇവിടെ അങ്ങനെ വണ്ണം കൂടി ഇവിടെ നമുക്ക് അപ്പോൾ ഏത് ഷേപ്പിലാണെങ്കിലും ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്കിപ്പോൾ എളുപ്പത്തിന് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ വാഴയിലെ ഇതുണ്ടെങ്കിൽ വാഴയിലോണ്ട് നമുക്കിങ്ങനെ സ്ലിപ്പ് ആയിക്കൊണ്ടിരിങ്ങനെ സ്മൂത്തായിട്ട് പോരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ തല്ലിയാലും ഇപ്പം നിലത്ത് വെച്ച് തല്ലിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ പോയിന്റ് ഈ കിനാരി ചവന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പൂ കുത്താനേ പറ്റി ഉപയോഗിക്കില്ലേ, ഇതിവിടെ ഇങ്ങനെ ഓരോ ഈർക്കിൽ കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പൂ കുത്താൻ പറ്റില്ല. അപ്പോൾ ഈ കണ്ടീഷനിൽ കുത്തി കൊടുക്കുക. എത്ര ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നിറയിൽ ഒരെണ്ണം കുത്തി കൊടുക്കാം. അത് നമുക്കിതിനെ ഭംഗി എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതേ രൂപത്തിൽ നമുക്കിങ്ങനെ ഈർക്കിൽ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓട്ട വേണ്ട. ഈ 4 സൈഡിൽ നമ്മളിങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈർക്കിലിട്ട് കൊടുത്തത് കഴിഞ്ഞു നമ്മൾ 4 സൈഡിലും കുത്ത. ഈ ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ഇതല്ല കേട്ടോ. അത് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെയ്ത് പഠിക്കണ്ടല്ലോ. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ അവർക്ക് അതേമാതിരി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതെല്ലാവരിലും ഉണ്ടാവട്ടെ. അങ്ങനെ ഇതാണ് നമ്മളിപ്പോൾ 4 സൈഡിലും ഇത് കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞതിന് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ കൂട്ടും കുറയുകയും ചെയ്യാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ തൃക്കാക്കരി അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതായിട്ടുണ്ട്. ഇനി ഇതേമാതിരി അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും ചെറുതും വലുതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക. അപ്പോൾ ഇതേമാതിരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നാളത്തെ ഒരു ദിവസം ഇത് വെയിലത്ത് വെച്ച് ഇത് ഉണങ്ങി. എന്നിട്ട് ഇതിൻ്റെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കളർ കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കണമെന്ന് നമ്മുടെ ചുമപ്പ് നല്ല ചെങ്കല്ലിൻ്റെ കിട്ടണമെങ്കിൽ അത് അരച്ചെടുക്കാൻ പറ്റണമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കളർ. അതാണ് ഒറിജിനാലിറ്റി. അതാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ കളർ ചെയ്യണമെങ്കിൽ വേറെ ചെയ്യാം. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ഈ ഈർക്കിൽ കുത്തണം. ഈർക്കിൽ കുത്താതെ കൊണ്ട് നമ്മളിതൊക്കെ ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഇല്ലാണ്ടായി പോകും. നമുക്ക് പൂ കുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇതിപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നാളെ ഇനി ഇതിമ്മ കുറച്ച് ഇത് ചെങ്കല്ല് അരച്ചും കാഞ്ഞിട്ട് നമ്മൾ കളർ കൊടുക്കും. കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദര 2 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയും കിട്ടും. 2 ദിവസം മുമ്പ് ചെയ്യണമായിരുന്നു. എനിക്കിപ്പോൾ ഇത് സമയം കിട്ടാതെ ഞാനിപ്പോൾ ഈ രാത്രി തന്നെ വന്ന് ചെയ്യുന്നത് തന്നെ. മക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ അവർക്ക് ക്ലിയർ ആക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തൃക്കാക്കരിയപ്പൻ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഓണം ചിങ്ങമാസത്തിലെ ഓണം എല്ലാവർക്കും നന്നായി വരട്ടെ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ.